ഭാരതം മറ്റൊരു നവോത്ഥാനം എന്ന് പറയുമ്പോൾ നവോത്ഥാനങ്ങളുടെ ചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് തോന്നും നവോത്ഥാനം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണോ? ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഭാരതത്തിലെങ്കിൽ നമ്മുടെ നാട് നവോത്ഥാനങ്ങളുടെ നാടാണ്. എപ്പോഴെപ്പോഴെല്ലാമാണോ അധർമ്മം തലയുയർത്തപ്പെടുന്നത് അപ്പോൾ അവതാരം ഉണ്ടാകുമെന്ന് ഭഗവാൻ തന്ന ഉറപ്പ്, അത് നവോത്ഥാനങ്ങളെക്കുറിച്ചുള്ള ഉറപ്പാണ്. ഭാരതം നിലനിന്നേ മതിയാവുകയുള്ളൂ, ഭാരതം ഉണർന്നേ മതിയാവുകയുള്ളൂ. കാരണം ഭാരതം നിലനിൽക്കുന്നത് പ്രകാശത്തിന് വേണ്ടിയിട്ടാണ്. ലോകത്ത് പ്രകാശം എതുവരെ വേണം? എപ്പോൾ വരെ ലോകത്ത് ഇരുട്ടുണ്ടോ അപ്പോൾ വരെ പ്രകാശം വേണം. ഭാരതം നിലനിൽക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. ഭാരതം നിലനിൽക്കുന്നത് ലോകത്തെ മുഴുവൻ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ശിരസിൽ എഴുതി തന്ന് ഭഗവാൻ അയച്ചത് ആ ഒരു ലിഖിതമാണ്. കൃണ്വന്തോ വിശ്വമാര്യം. ലോകത്തെ ശ്രേഷ്ഠമാക്കി ചെയ്യുന്നതിനാണ് ഈ രാഷ്ട്രം പിറന്നു വീണിട്ടുള്ളത്. ഈ നവോത്ഥാനങ്ങളുടെ ഉള്ളടക്കം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് മഹർഷി അരവിന്ദൻ പറയുന്നത് അതിന് ധർമ്മം എപ്പോഴും കേന്ദ്രബിന്ദുവായി ഇരിക്കണം എന്നാണ്. ഇപ്പൊ രാമജന്മഭൂമിയിലെ ആ ക്ഷേത്രപ്രതിഷ്ഠയും ക്ഷേത്ര നിർമ്മാണവും നവോത്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ആധ്യാത്മികതയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മുന്നേറ്റത്തിൻ്റെ, നവോത്ഥാനത്തിൻ്റെ ആരംഭമാണ് എന്ന് പറയാനുള്ള കാരണം ഒരു സാംസ്കാരിക രാഷ്ട്രത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നതിൻ്റെ കേന്ദ്രബിന്ദുവായി ധർമ്മമായിരിക്കണം എന്നതാണ് വസ്തുത. അരബിന്ദോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ആ ഗ്രന്ഥത്തിൽ ഭാരതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, റെനേസൻസിനെ കുറിച്ച് എഴുതുമ്പോൾ explains that a renaissance in Bharat means first the recovery of the past spiritual knowledge in all its fullness, then the outpouring of this spirituality into new forms in all aspects of the country's life, and lastly an original grasp of modern problems from a Bharatiya temperament and intellect. അതുകൂടി ആവശ്യമാണ്. ആധുനികമായ പ്രശ്നങ്ങൾ, നവീനങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ ഈ ഭാരതീയ ധാർമ്മിക ആധ്യാത്മിക അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കുവാനുള്ള ഒരു പിടിപ്പ് നമ്മുടെ ബുദ്ധിക്ക്, മനസ്സിന് ഉണ്ടാകണം. അതാണ് നവോത്ഥാനം. അതിൻ്റെ കേന്ദ്രം ധർമ്മം തന്നെ ആയിരിക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ മഹർഷി അരവിന്ദൻ പറയുന്നു, ഇന്ത്യൻ കൾച്ചർ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ബീയിങ് മോഡേൺ വിത്തൗട്ട് ലോസിങ് ഇറ്റ് സെൽഫ്. മോഡേൺ ആവുകയും വേണം. വിചാരകേന്ദ്രം കൈകാര്യം ചെയ്യുന്നത് കേവലമല്ലാതെ, എന്നാലും കേവലം എന്നുള്ള പദം പ്രയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് പദങ്ങളുടെ പോരായ്മ കൊണ്ട് ഇത്തരം ചില അബദ്ധങ്ങൾ ആവർത്തിക്കൊണ്ടിരിക്കും. കേവലമായ ധാർമ്മിക മൂല്യങ്ങൾ മാത്രമല്ലെന്നാണ് ഞാൻ പറയാൻ വന്നത്. അതുകൊണ്ടാണ് ധാർമ്മികം കേവലമല്ലല്ലോ. അതുകൊണ്ട് ഏതായാലും അതിനെക്കുറിച്ച് മാത്രം, പഴയതിനെക്കുറിച്ച് മാത്രമല്ല ഭാരതം കൈകാര്യം ചെയ്യുന്നത്. ഭാരതം പറയേണ്ടത്, വിചാരകേന്ദ്രം പറയേണ്ടത്, വിചാരകേന്ദ്രം അത്യന്താധുനികമായ സമസ്യകളെയും നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും പരിഹരിക്കപ്പെടേണ്ടുന്നതാണെങ്കിൽ പരിഹരിക്കുകയും ചെയ്യണം. ഓൺ ദ വെരി ബേസിസ് ഓഫ് അവർ സ്പിരിച്വൽ ബേസിസ്. ബീയിങ് മോഡേൺ വിത്തൗട്ട് ലൂസിങ് ഇറ്റ് സെൽഫ്. നമ്മുടെ സ്വത്വത്തെ കളഞ്ഞു കുളിക്കാതെ നമുക്കതിനെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിക്കണം. ഞാൻ ദീർഘമായ അനേകം ബിന്ദുക്കളെക്കുറിച്ച് ഈ സമയത്ത് പറയുന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ പഠന വിഷയമാക്കേണ്ടുന്ന ചില ബിന്ദുക്കൾ കേവലം പറഞ്ഞു മാത്രം പോകുന്നു, ഒന്ന് സൂചിപ്പിച്ചു മാത്രം പോവുകയാണ്. നമ്മുടെ ഈ മുന്നേറ്റത്തിന് സത്യത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നു, അവരുടെ മുന്നേറ്റത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ആഘോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ മുഹൂർത്തമാണ് ഇത് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ അതിന് പെർഫെക്റ്റ് ഫൗണ്ടേഷണൽ സ്ട്രോങ് പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തേത്, അനേകം ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ മാർഗത്തിലൂടെ ആണെങ്കിൽ ഭാരതം വിശ്വശക്തിയായി മാറും എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ ഇതുവരെ വിശദീകരിച്ച കൾച്ചറൽ ആൻഡ് ഫിലോസഫിക്കൽ കണ്ടന്റ് തന്നെയാണ്. ഭാരതത്തിൻ്റെ സാംസ്കാരികവും ദാർശനികവുമായ ഉള്ളടക്കം തന്നെയാണ് അതിൻ്റെ കാരണം. നമ്മൾ ഇത്തരം വേദികളിലൊക്കെ പലവട്ടം ചർച്ച ചെയ്യപ്പെട്ടൊരു പേരാണ് ഹു സിങ് എന്ന് പറയുന്ന അമേരിക്കയിലെ ചൈനീസ് അംബാസഡറായിരുന്ന വലിയ പണ്ഡിതനായ ചൈനക്കാരൻ. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇന്ത്യ കോൺകേർഡ് ആൻഡ് ഡോമിനേറ്റഡ് ചൈന കൾച്ചറലി ഫോർ 20 centuries without
എവർ ഹാവിങ് ടു സെൻഡ് എ സിംഗിൾ സോൾജിയർ അക്രോസ് ഹർ ബോർഡർ. അതിർത്തി കടത്തി ഒരു സൈനികനെ പോലും അയക്കാതെ 20 നൂറ്റാണ്ടുകൾ ഭാരതം ചൈന വാണു, ചൈനയെ ഭരിച്ചു എന്ന് പറയുന്നത് ചൈനക്കാരനായ മഹാപണ്ഡിതൻ ഹൂസിങ് അമേരിക്കയുടെ അംബാസഡർ ആയിരുന്ന വ്യക്തിയാണ്. എന്തിൻ്റെ ബലത്തിലാണ് നമുക്കത് ചെയ്യാൻ സാധിച്ചത്? അത് നമ്മുടെ ഇവിടെ അധ്യക്ഷനും അതേപോലെ ഉദ്ഘാടകയും ഒക്കെ പറഞ്ഞ 2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്ന ആ ഭാരതീയ സംസ്കാരത്തിൻ്റെയും ദർശനത്തിൻ്റെയും ബലം കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖല ഇന്ന് നമ്മൾ അഭിമാനകരമായി മുന്നോട്ട് പോകുന്ന പ്രതീക്ഷ തരുന്ന മേഖല വിദ്യാഭ്യാസത്തിൻ്റെതാണ്. ഈ വൈചാരിക മേഖലയാണ്, അറിവിൻ്റെ മേഖലയാണ്. വളരെ മുമ്പേ മുന്നേറേണ്ടിയിരുന്നതാണ്. മുന്നേറാനുള്ള എല്ലാ അടിത്തറ ഉണ്ടായിട്ടും നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വേദനയോടെ നമ്മൾ ഈ ഘട്ടത്തിൽ സ്മരിക്കുന്നുണ്ട്. പക്ഷേ പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ വന്നതിന് ശേഷം ആ വിദ്യാഭ്യാസ നയത്തിന് അധിഷ്ഠിതമായി ഒരു സ്ട്രക്ചർ, പുതിയ പുസ്തകങ്ങളുടെ സ്ട്രക്ചറൊക്കെ രൂപീകരിച്ചു തുടങ്ങുമ്പോൾ നാളെ ആ വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പോകുന്ന പരിവർത്തനത്തെക്കുറിച്ച് ശരിയായ വിദ്യാഭ്യാസ ചിന്തകന്മാർ വളരെ ആശയോടുകൂടി നോക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അതിലാദ്യം തന്നെ NEP-യിൽ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് ഒരു ഭാരത കേന്ദ്രിതമായ വിദ്യാഭ്യാസ നയമാണെന്നാണ്. അത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഭാരത കേന്ദ്രിതമായിരുന്നില്ലേ ഇതുവരെയുള്ള വിദ്യാഭ്യാസ നയങ്ങൾ എന്ന് ചോദിച്ചാൽ 75 വർഷങ്ങളായി തുടർന്നു പോകുന്നത് ഏത് വിദ്യാഭ്യാസ നയമാണപ്പോൾ? വിദേശ വിദ്യാഭ്യാസ നയമായിരുന്നു ആണെന്ന് വേണം കരുതാൻ. NEP തുറന്ന് ആദ്യ ഭാഗത്ത് തന്നെ കാണാം ദിസ് ഈസ് എ ഭാരത് സെൻട്രിക് പോളിസി എന്നാണ്. അങ്ങനെയുള്ള പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഭാരതം ഒരു വിശിഷ്ടമായ ദിശയിലേക്ക് മുന്നേറുകയാണ്. അവിടെ ഭാരതീയ ജ്ഞാന പരമ്പരയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഉദ്ഘാടക നമ്മുടെ മുമ്പിൽ വെച്ച ആ തത്വങ്ങളൊക്കെ, ആ കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല കേരളത്തിൽ അതൊക്കെ എത്രപ്പെട്ട് നടപ്പാക്കപ്പെടും എന്ന് അറിയില്ല. അതോ ഇപ്പോഴും ലോകം കണ്ടുപിടിച്ചത് റഷ്യക്കാരനായ ഇന്ന സഖാവാണ്, ചൈനക്കാരനായ ഇന്ന സഖാവാണ് ഇത് കണ്ടുപിടിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു മാർക്സിയൻ വിദ്യാ ദർശനമുണ്ട്. അതുതന്നെ ആയിരിക്കുമോ വീണ്ടും തുടരുന്നത്? കണ്ണൻ തിരികെ വരികയോ അതോ ഞാവൽപ്പഴം തന്നെ അവിടെ തന്നെ ഉണ്ടാവുമോ? അക്കിത്തത്തിൻ്റെ കവിതയിൽ ഇതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഭാരതം മുഴുവൻ ഒരു മാറ്റത്തിന് അങ്ങനെ തയ്യാറെടുക്കുകയാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം.